കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ നേതൃത്വം നൽകുന്ന സംയുക്ത കിസാൻ മോർച്ചയും സെൻട്രൽ ട്രേഡ് യൂണിയനുകളും ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് തുടങ്ങി. സംയുക്ത കിസാൻ മോർച്ച ഗ്രാമീണ ബന്ദിനും തൊഴിലാളി സംഘടനകൾ രാജ്യവ്യാപക പണിമുടക്കിനുമാണ് ആഹ്വാനം ചെയ്തത്. കർഷകർക്ക് പിന്തുണയുമായി കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധവും ഇന്ന് നടക്കും. കേന്ദ്ര സർക്കാരിന്റെ കർഷക വിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് ബന്ദ് ആഹ്വാനം. കോർപ്പറേറ്റ് വർഗീയ അജുതണ്ട് സർക്കാർ നയങ്ങൾ തീരുമാനിക്കുന്നു. സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും അഖിലേന്ത്യാ കിസാൻ സഭയും CITU-വും AITUC-യും INTUC-യും അടക്കമുള്ള സംഘടനകൾ ആരോപിക്കുന്നു. മിനിമം വേതനത്തിൽ വർധനവ്, തൊഴിൽ നിയമങ്ങളിലെ ഭേദഗതി അടക്കം തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നു. ബന്ദിന് വിവിധ വ്യാപാര സംഘടനകൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗ്രാമങ്ങളിൽ വ്യവസായ സ്ഥാപനങ്ങളടക്കം സ്തംഭിപ്പിക്കും. രാജ്യത്തെ പ്രധാന നഗരങ്ങളിൽ ഉച്ചയ്ക്ക് 12 മുതൽ 4 വരെ റോഡ് തടയാനും ആഹ്വാനമുണ്ട്. ഗ്രാമീണ ബന്ദിനാണ് അഖിലേന്ത്യാ കിസാൻ സഭ നേതൃത്വം നൽകുന്ന കർഷക സംഘടനകളുടെ കൂട്ടായ്മയായ സംയുക്ത കിസാൻ മോർച്ച ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പ്രതിപക്ഷ തൊഴിലാളി സംഘടനകളായ INTUC-യും AITUC-യും CITU-യും ഉൾപ്പെടെയുള്ള കേന്ദ്ര ട്രേഡ് യൂണിയനുകളുടെ സംയുക്ത വേദി രാജ്യവ്യാപകമായി പണിമുടക്കം പ്രഖ്യാപിച്ചു. ഒരു വിഭാഗം കർഷക സംഘടനകൾ പ്രഖ്യാപിച്ച ഡൽഹി ചലോ മാർച്ചിന് ഉന്നയിക്കുന്ന ആവശ്യങ്ങളെയും ഇവർ പിന്തുണയ്ക്കുന്നുണ്ട്. കർഷകർക്ക് പിന്തുണയുമായി സംസ്ഥാന തലങ്ങളിലും ജില്ലാ കേന്ദ്രങ്ങളിലും കോൺഗ്രസ് പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി.